ഇപ്പോൾ ഡെറിവേറ്റീവിലുള്ള നാലാമത്തെ സെക്ഷനിൽ തേർഡ് പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. 1/x² ആണ് ക്വസ്റ്റ്യൻ. 1/x². അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ പേര് കൊടുക്കുക. f(x) = 1/x² ആണ്. d/dx f(x) = d/dx of 1/x² ആണ്. So f(x) = 1/x² എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, x⁻² എന്ന് എഴുതാം. അപ്പം d/dx of x⁻². ഇനി ഡെറിവേറ്റീവ് ചെയ്യാൻ എളുപ്പമാണ്. -2 × x⁻² - 1 d/dx of ഡിഗ്രീൻ്റെ ബേസ് x ആണ്. സോ ഈ ഒരു കാര്യം നമ്മൾ മൈൻഡ് വർക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സാധാരണ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അത് 1 ആയി മാറും. -2 x⁻³ - 3 × 1 -2 1/ ഇത് താഴോട്ട് എടുക്കുക, x³ ആയിട്ട് മാറും. ഇതാണ് അവിടെയുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഫോർത്ത് സെക്ഷനിലുള്ള നാലാമത്തെ പ്രോബ്ലം x+1 / x-1 ആണ്. ആസ് യൂഷ്വൽ ആയിട്ട് നെയിം ചെയ്യുക. f(x) = x+1 / x-1 ആണ്. സോ d/dx f(x) = d/dx of x+1 / x-1 ആണ്. സോ f(x) = d/dx of x+1 × x-1 minus of x+1 × d/dx of x-1 whole divided by x-1 whole square. കാരണം ഇത് കോഷ്യന്റ് റൂൾ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. ഇതിനെ മാത്രം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇതിന്റെ ഡെറിവേറ്റീവ് 0. സോ 1 + 0. മറ്റേത് അതുപോലെ തന്നെ എഴുതാം, x-1. സോ മൈനസ് ഓഫ് x+1 അതുപോലെ തന്നെ എഴുതാം. x-1 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1 - 0 all divided by x-1 whole square അങ്ങനെ തന്നെ എഴുതാം. 1 + 0 1 ആണ്. ബാക്കി വരുന്നത് x-1 ആണ്. മൈനസ് ഓഫ് ബ്രാക്കറ്റ് കൊടുക്കാം. 1 - 0 1 ആണ്. x+1 തരും. all divided by x-1 whole square തരും. സോ x-1 ഈ മൈനസ് ഓഫ് എടുക്കാം. -x-1 whole divided by x-1 whole square. സോ ഇതും ക്യാൻസൽ ചെയ്തു പോയി. -1 - 2 whole divided by x-1 whole square തരും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെയുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി ഫോർത്തിലുള്ള അടുത്ത 7th ആണ്. ടെക്സ്റ്റ് ബുക്ക് നമ്പർ 7th സെക്കൻഡ് വൺ ആണ്. സോ ax² + b whole square ആണ്. So as usual f(x) = ax² + b whole square എഴുതാം. d/dx of f(x) = d/dx of ax² + b whole square വരും. So f(x) = power rule യൂസ് ചെയ്യുക. 2 × ax² + b whole raised to 2 - 1 d/dx of ax² + b x² + b. So 2 × ax² + b all raised to 1 ആണ് എഴുതേണ്ട. d/dx എഴുതുമ്പോൾ ഇത് കോൺസ്റ്റന്റ്. അപ്പൊ a ഇവിടെ വേരിയബിൾ ഉണ്ട്. 2 × x⁻² - 1 d/dx x. ഓക്കെ, ഇത് 0. സോ ദാറ്റ് ഈക്വൽ ടു ഈ a ഇങ്ങോട്ട് എഴുതാം. 4 2 × 2 4 ax² + b എന്ന് എഴുതി നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. സെവൻത്തിൽ തേർഡ് വൺ x-a divided by x-b. x-a divided by x-b ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ആസ് യൂഷ്വൽ പേര് കൊടുക്കാം. f(x) = x-a divided by x-b ആണ്. x-b. So d/dx of f(x) =
d by dx of x minus a divided by x minus b. X minus a divided by x minus b. So f dash x equal to d by dx of x minus a x minus b minus of x minus a into d by dx of x minus b all divided by x minus b whole square. So d by dx x minus a എന്ന് പറയുമ്പോൾ ഇത് 1 ഇത് 0. So 1 minus 0 എന്തുകൊണ്ട് കിട്ടിയെന്നുള്ള കാര്യം അറിയണം. x മൈനസ് അതുപോലെ എഴുതി മൈനസ് ഓഫ് ബ്രാക്കറ്റ് വേണം. സോ x മൈനസ് a എഴുതിയിട്ട് 1 minus 0 all divided by x minus b whole square ആണ്. 1 minus 0 1 itself. So ബാക്കി വരുന്നത് x minus ആണ് റിമൈനിങ് ടേം. സോ മൈനസ് ഓഫ് അവിടെ ലിറ്റിൽ ബെറ്റ് കെയർ കൊടുക്കുക. അത് 1 ആണ് ഓൾ ഡിവൈഡ് ബൈ ഈ മൈനസ് ഓഫ് എന്ന് എഴുതുമ്പോൾ ബ്രാക്കറ്റ് സ്പെസിഫൈ ചെയ്യുക. അവിടെയാണ് തെറ്റ് വരുന്നത്. സോ മൈനസ് കൊടുക്കുക മൈനസ് എക്സ് പ്ലസ് എ. ഇതാണ് എല്ലാവരും തെറ്റ് വരുന്നത്. ഇവിടെ പ്ലസ് എഴുതിയാലേ ശരിയാവും. സോ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്. സോ ഇത് ക്യാൻസൽ ചെയ്തു. മൈനസ് ബി എക്സ് മൈനസ് ബി ആണ് മാറി. എക്സ് മൈനസ് ബി 0 ആയിട്ട് മാറി. ഓക്കെ, മൈനസ് ക്യാൻസൽ ചെയ്തു പോയി. സോ എ മൈനസ് ബി ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ. സോ ദാറ്റ്സ് ആൻസർ. Ninth one, 2x minus 3 by 4 ആണ്. 2x minus 3 by 4 ആണ്. So f of x equal to 2x minus 3 by 4. So d by dx of f of x equal to d by dx of 2x minus 3 by 4 ആണ്. So ഇത് f dash x ആയി മാറി. f dash x equal to ഓരോന്നിന്റെ ഡെറിവേറ്റീവ് കാണാം. ഇതിന്റെ ഡെറിവേറ്റീവ് 0. ഇത് 2 into x വേരിയബിൾ ഉണ്ട് 2. x ന്റെ ഡെറിവേറ്റീവ് 1 minus 0 equal to 2 ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നയൻത്തിൽ സെക്കൻഡ് വൺ 5x cube minus 3x minus 1 all divided by x minus 1 ആണ്. സോ f of x equal to 5x cube minus 3x minus 1 into x minus 1 ആണ്. d by dx of f of x equal to d by dx of ഇത്രയുണ്ട് 5x cube minus 3x minus 1. ഇത് രണ്ട് ടേം ആയതുകൊണ്ട് നമുക്ക് എന്ത് റൂൾ ഉപയോഗിക്കണം? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുക. ഇത് u ആയിട്ടും ഇത് v ആയിട്ട് എടുക്കാം. സോ ഇത് f dash x ആയി മാറും. ആദ്യം ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d by dx of അതെങ്ങനെ എഴുതാം? 5x cube minus 3x minus 1 x minus 1 minus of d by dx മൈനസ് ഓഫ് അവിടെ വേണ്ട, അത് ആ ടേം എഴുതിയിട്ടാണ് എഴുതുന്നത്. മൈനസ് ഓഫ് 5x ക്യൂബ് മൈനസ് 3x മൈനസ് 1 d by dx of x minus 1. അത്രയേ ഉള്ളൂ. ഇനി ഡെറിവേറ്റീവ് കാണാം. ഇതിൽ ഓരോന്നിനും ഡെറിവേറ്റീവ് കാണാം. 5 into x ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ ഇൻറ്റു d by dx x ഉണ്ട്, അത് മനസ്സിലാക്കണം. 3 into 1 minus 0 ബ്രാക്കറ്റ് കൊടുക്കുക x minus 1. സോ മൈനസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. 5x ക്യൂബ് മൈനസ് 3x മൈനസ് 1 ബ്രാക്കറ്റ് കൊടുക്കുക. x മൈനസ് ഡെറിവേറ്റീവ് 1 minus 0, ഇത് 1 ആയി മാറും. ഓക്കെ, അപ്പോൾ 15x സ്ക്വയർ മൈനസ് 3 ബ്രാക്കറ്റ് കൊടുക്കുക. x മൈനസ് 1 ബ്രാക്കറ്റ് കൊടുക്കുക. മൈനസ് ഓഫ് മൈനസ് 1 minus 0 അതേ ഉള്ളൂ. 5x ക്യൂബ് മൈനസ് 3x മൈനസ് 1 ഇത്ര എഴുതിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത്രേ ചെയ്യാവുള്ളൂ, അങ്ങനെ കാര്യമായിട്ട് വർക്കൊന്നുമില്ല. ഒരു വർക്ക് കൊണ്ടല്ല നമുക്ക് എല്ലാം തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സബ്സ്റ്റിറ്റ്യൂഷൻ വർക്കായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കാം. സബ്സ്റ്റിറ്റ്യൂഷൻ വർക്കാണ് അവിടെ മെയിനായിട്ട് പോകുന്നത്. സോ അതിൽ തേർഡ് വൺ x raised to minus 3 5 plus 3x ആണ്. x raised to minus 3 5 plus 3x ആണ്. So f of x equal to x raised to minus 3 5 plus 3x ആണ്. സോ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ d by dx എടുക്കാം. d by dx of f of x equal to d by dx of x raised to minus 3 into 5 plus 3x ആണ്. So f dash x equal to d by dx of x raised to minus 3 5 plus 3x plus
x raised to minus 3 into d by dx of 5 plus 3x ആണ്. നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇതിന്റെ ഡെറിവേറ്റീവ് മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 3 മൈനസ് 1 ഡി ബൈ ഡി എക്സ് എക്സ് ഉണ്ട്. സോ 5 പ്ലസ് 3x അതുപോലെ എഴുതി വെക്കാം, പ്ലസ് എക്സ് റേസ് ടു മൈനസ് 3 ഇൻറ്റു 5ന്റെ ഡെറിവേറ്റീവ് 0, 3xന്റെ ഡെറിവേറ്റീവ് 3 ഇൻറ്റു 1 കഴിയും. സോ മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 4 5 പ്ലസ് 3x പ്ലസ് എക്സ് റേസ് ടു മൈനസ് 3 ഇൻറ്റു 3. ദാറ്റ്സ് ആൻസർ. ഇത്രയേ ചെയ്യാനുള്ളൂ. സോ അതേ പ്രോസസ്സിന് നമുക്ക് വേറെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ഓക്കെ അതില് ഫോർത്ത് വൺ എക്സ് റേസ് ടു 5 3 മൈനസ് 6 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 9 ആണ്. ഓക്കെ അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു നെയിം ചെയ്യുക. എക്സ് റേസ് ടു 5 3 മൈനസ് 6 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 9. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് x raised to 5 3 minus 6 into x raised to minus 9 x raised to minus 9 വരും. So f dash x equal to d by dx of x raised to 5 3 minus 6 into x raised to minus 9 minus of x raised to 5 into d by dx of 3 minus 6 into x raised to minus 9 വരും. 5 into x raised to 5 minus 1 into d by dx x ആണ്. 3 minus 6 into x raised to minus 9 എന്നിട്ട് മൈനസ് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ x raised to 5 into ഇതിന്റെ ഓരോന്നും ഡെറിവേറ്റീവ് 3ന്റെ ഡെറിവേറ്റീവ് 0 6 അവിടെ ഉണ്ട് ഇൻറ്റു മൈനസ് 9 ഇൻറ്റു x raised to minus 9 minus 1 ഇങ്ങനെ. സോ 5 into x raised to 4 ആയി മാറും. 3 minus 6 into x raised to minus 9 വരും. മൈനസ് ഓഫ് x raised to 5 into മൈനസ് മൈനസ് പോസിറ്റീവ് ആണ് 54 x raised to minus 10 എന്ന് വരും. മതി. ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാം. ഓക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിലുള്ള ഡെറിവേറ്റീവ് ഓഫ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. Derivative of a trigonometric function. Derivative of a trigonometric function. Okay. അപ്പോൾ ഒന്നാമത്തെ d by dx of sin x equal to cos x. രണ്ടാമത്തത് d by dx of cos x equal to minus sin x. മൂന്നാമത്തത് d by dx of tan x equal to minus അല്ല plus sec square x. Fourth one d by dx of cot x equal to minus cosec square x. d by dx of sec x equal to sec x into tan x. ആറാമത്തത് d by dx of cosec x equal to minus cosec x into cot x. ഇങ്ങനെ 6 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മനസ്സിലാക്കുക. ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ഈ എക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. എക്സ് എന്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്? അപ്പോൾ നമ്മൾ കോസ് എക്സ് എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു മൈൻഡ് വർക്ക് ഉണ്ട്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഇവിടെയോ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, പക്ഷെ അതെല്ലാം 1 ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1 ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യമായിട്ട് എഴുതാത്തത്. അതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഡി ബൈ ഡി എക്സ് അത് നിങ്ങളെ മനസ്സിൽ അതൊന്ന് ശ്രദ്ധിക്കാം. എവിടെയാണ് ഇത് പ്രശ്നം പറ്റുന്നത് അത് നോക്കാം. അതാണ് ഈ അടുത്ത് പറയാൻ പോകുന്നത്. റിമാർക്കായിട്ട് പറയാൻ പോകുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ്
ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ടു എക്സ് എന്തായിരിക്കും? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണോ അത് പറയും. അപ്പൊ കോസ് ടു എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ടു എക്സ്. അപ്പൊ എന്തായാലും കോസ് ടു എക്സ് ഡി ബൈ ഡി എക്സ് ടു എക്സ് എന്നാൽ ടു ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് ടു ഇൻറ്റു വൺ ദാറ്റ് ഈക്വൽ ടു ടു കോസ് ടു എക്സ് എന്ന് വരും. ടു കോസ് ടു എക്സ് എന്ന രീതിയിൽ ഇവിടെ വരുന്നതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് 3x എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ 3x ഡി ബൈ ഡി എക്സ് ഓഫ് 3x എന്ന് വരും. സോ മൈനസ് സൈൻ 3x ഡി ബൈ ഡി എക്സ് ഓഫ് 3x എന്ന് പറയുന്നത് 3 ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് ആണ്. അപ്പോൾ 3 ഇൻറ്റു 1 ആണ്. ദാറ്റ് ഈക്വൽ ടു മൈനസ് 3 സൈൻ 3x എന്ന് വരും. അപ്പോഴാണ് അതിൻ്റെ പ്രോസസ് അവിടെ ശരിക്കും വരുന്നത്. നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ 8x എന്താണെന്ന് നോക്കാം. സീക്ക് സ്ക്വയർ 8x ഡി ബൈ ഡി എക്സ് ഓഫ് 8x. സോ സീക്ക് സ്ക്വയർ 8x 8x എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 1 ദാറ്റ് ഈക്വൽ ടു 8 സീക്ക് സ്ക്വയർ 8x എന്ന് വരും. ഫോർത്ത് വൺ, ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് 9x ആണ്. അപ്പോൾ കോട്ട് എന്ന് പറയുമ്പോൾ നമ്മളെന്താ മൈനസ് കൊസീക്ക് സ്ക്വയർ 9x ഡി ബൈ ഡി എക്സ് ഓഫ് 9x. സോ മൈനസ് കൊസീക്ക് സ്ക്വയർ 9x. സോ 9 ഇൻറ്റു 1 ആണ്. സോ മൈനസ് 9 കൊസീക്ക് സ്ക്വയർ 9x എന്ന് വരും. അഞ്ചാമത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് 7x ഈക്വൽ ടു സീക്ക് 7x ഇൻറ്റു ടാൻ 7x. ഇവിടെ ഡി ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ 7x ഉണ്ട്, കാരണം ഇവിടെ രണ്ട് 7x അല്ല, ഈ 7x ആണ് ഇതിലോട്ട് പോകുന്നത്. ഇപ്പോൾ സീക്ക് 7x ഇൻറ്റു ടാൻ 7x ഇൻറ്റു 7. ഇനി അതെന്ത് കഴിഞ്ഞാൽ 7 ഇൻറ്റു സീക്ക് 7x ഇൻറ്റു ടാൻ 7x എഴുതിയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ 6 എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസീക്ക് 10x ആണ്. സോ മൈനസ് കൊസീക്ക് 10x ഇൻറ്റു കോട്ട് 10x വരും. സോ ഡി ബൈ ഡി എക്സ് ഓഫ് 10x ആണ്. ദാറ്റ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് 10x കോട്ട് 10x ഇൻറ്റു 10x ആണ് 10 ഇൻറ്റു ഡെറിവേറ്റീവ് എക്സ് 1 ആയി മാറും. ദാറ്റ്സ് ആൻസർ. ആ ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അത് പ്രത്യേകം എല്ലാ കുട്ടികളും ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ അവിടെ അടുത്ത റിമാർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ റിമാർക്കായിട്ട് നമുക്കിതെടുക്കാം. റിമാർക്ക് നമ്പർ 2, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് സൈൻ എക്സ് ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കാം. സൈൻ എക്സ് ഹോൾ സ്ക്വയർ ആയിട്ട് എടുക്കാം. പവർ റൂൾ കൊടുക്കാം. 2 ഇൻറ്റു സൈൻ എക്സ് ഹോൾ റേസ് ടു 2 മൈനസ് 1 ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് എന്ന് വരും. 2 സൈൻ എക്സ് ഇൻറ്റു ഡി
5 minus cos x into sin x minus of u dash v ആണ്. അടുത്ത് x raised to 5 minus cos x into d by dx of sin x d by dx of sin x all divided by sin x whole square വരും. സോ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഓരോന്നായിട്ട് ചെയ്യണം. 5 into x raised to 5 minus 1 d by dx x 1 ആണ്, മൈനസ് cos x ന്റെ മൈനസ് sin x ആണ്. അപ്പോൾ ആ മൈനസ് ക്ലബ് ചെയ്യാൻ പറ്റണം. sin x മൈനസ് ഓഫ് x raised to 5 minus cos x divided by sin x എന്ന് പറയുന്നത് cos x ആണ്. So all divided by sin square x. ഇനി 5 into x raised to 4 മൈനസും പോസിറ്റീവ് ആയി മാറും. അത് ബ്രാക്കറ്റ് കൊടുത്താൽ മതി. പിന്നെ sin x അത് അവിടെ വെക്കാം. മൈനസ് ഓഫ് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അത് അതുപോലെ തന്നെ എഴുതിയിട്ട് cos x all divided by sin square x all divided by sin. ഇത്ര ഇവിടെ ചെയ്യാനുള്ള, ഇവിടെ അധികം കാര്യങ്ങളൊന്നും ഇവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. ഓക്കെ, ഇനി ഒരു സാമ്പിൾ കൂടി നോക്കാം. അടുത്ത സാമ്പിൾ എന്ന് പറയുന്നത് സെക്കൻഡ് സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ സെക്കൻഡ് സാമ്പിൾ എന്ന് പറയുന്നത് x പ്ലസ് cos x divided by tan x ആണ്. Let us take f of x equal to this. So d by dx of f of x equal to d by dx of x plus cos x divided by tan x എന്ന് വരും. ഇത് f dash x ആയി മാറും. ഇത് u ആയിട്ടും v ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടീഷൻ പ്രകാരം d by dx of x plus cos x into tan x വേറെ ആയിട്ട് എഴുതാം, മൈനസ് ഓഫ് x plus cos x into d by dx of tan x all divided by tan x whole square. So ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് cos x ന്റെ മൈനസ് sin x tan x അതുപോലെ എഴുതാം, നത്തിങ് ടു ചേഞ്ച്, ഇങ്ങനെ എഴുതാം. x plus cos x tan x ന്റെ ഡെറിവേറ്റീവ് sec square x all divided by tan x whole square. So 1 minus sin x tan x minus of x plus cos x sec square x tan x whole square. പ്രത്യേകിച്ച് സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാനുള്ളത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിത് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 317 അതിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ഫോളോയിങ് ഫംഗ്ഷൻ. സോ ഒന്നാമത്തെ എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. സോ മൈനസ് എക്സ്, ഇപ്പോൾ നമ്മളത് പേര് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു minus x d by dx of f of x equal to d by dx of minus x. So d by dx f of x എന്ന് പറയുമ്പോൾ f dash x equal to minus x minus into x ന്റെ ഡെറിവേറ്റീവ് 1. So it's answer. ഡയറക്റ്റ് ചെയ്യാം, ഇത്ര വേണ്ട, സ്റ്റെപ്പ് എഴുതി മാത്രം. അടുത്തത് minus x whole raised to minus 1 So f of x equal to minus x all raised to minus 1 d by dx of f of x equal to d by dx of minus x all raised to minus 1 so f dash x equal to ഇതെങ്ങനെ ചെയ്യാം, minus x all raised to minus 1 അതിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തു. ഇവിടെയാണ് ഈ മൈൻഡ് വർക്ക് എന്ന് പറഞ്ഞ പ്രോസസ് ശരിക്കും വരുന്നത്. മൈൻഡ് വർക്ക് എന്ന് പറഞ്ഞ പ്രോസസ് ഇവിടെയാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഇത് എഴുതിയത്. ദാറ്റ് ഈക്വൽ ടു മൈനസ് എക്സ് ഓൾ റൈസ് ടു മൈനസ് 2 മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ
ഈ മൈനസും മൈനസും പോസിറ്റീവായി മാറി മൈനസ് എക്സ് റേസ് ടു മൈനസ് 2 എന്ന് എഴുതാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ എക്സ് റേസ് ടു മൈനസ് 2 താഴോട്ട് എടുക്കാം. സോ ഇങ്ങനെയായി മാറും. നെസസറി ആണെങ്കിൽ മാത്രമേ ചെയ്യണ്ടൂ, അത് നിർബന്ധമല്ല. അടുത്തത് സൈൻ ഓഫ് എക്സ് പ്ലസ് 1. സൈൻ ഓഫ് എക്സ് പ്ലസ് 1. സൈൻ ഓഫ് എക്സ് പ്ലസ് 1. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് 1. d by dx of f of x equal to d by dx of sin of x plus 1. So f dash x equal to sin of x plus 1 എന്ന് പറയുമ്പോൾ sin of x plus 1 എന്ന് പറയുമ്പോൾ സൈനിന്റെ ഡെറിവേറ്റീവ് cos ആണ്. സോ cos of x plus 1, cos of x plus 1. എന്നിട്ട് എന്ത് വേണം? d by dx of ഞാൻ പറഞ്ഞ പോലെ x plus 1. സോ x plus 1 ഇതിന്റെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 is 0. അപ്പോൾ cos of x plus 1. അടുത്ത ഫോർത്ത് വൺ എന്ന് പറയുന്നത് cos of x minus 5/8. x minus 5/8. So f of x equal to cos of x minus 5/8. So d by dx of f of x equal to d by dx of cos of x minus 5/8. Okay. So f dash x equal to cos ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x minus 5/8 ആണ്. d by dx of x minus 5/8 that equal to minus sin x minus 5/8 1 minus 0. So minus sin 5/8. അടുത്തത് x plus a. f of x equal to x plus a. d by dx of f of x equal to f dash x equal to x ന്റെ ഡെറിവേറ്റീവ് 1 ഇതിന്റെ 0 that equal to 1. Four root x minus 2. So f of x equal to 4 root x minus 2. f of x ഒന്നുകൂടി ഞാൻ മാറ്റി എഴുതുന്നത്, കാരണം 4 into root x എന്ന് പറയുമ്പോൾ x raised to 1/2 minus 2. d by dx of f of x equal to d by dx of 4 x raised to 1/2 minus 2. So f dash x equal to ഓരോന്നായിട്ട് ചെയ്യണം. 4 അവിടെ ഉണ്ട്, 1 x raised to 1/2 x raised to 1/2 minus 1 0. It will be cancel 2 into x raised to 1/2 minus 1. So 2 into x raised to 1/2 minus 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 minus 2/2 that equal to minus 1/2. So minus 1/2. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ അതിനെ താഴോട്ട് എടുക്കാം. അപ്പോൾ x raised to positive 1/2. വേണമെന്നുണ്ടെങ്കിൽ 2/, ഇത് ഏത് എഴുതിയാൽ ആൻസറാണ്. ഇത് എഴുതിയ ആൻസർ ഇങ്ങനെ നിങ്ങൾക്ക് അതിൽ മാർക്ക് ഉണ്ടോ? അതിൽ മാർക്കൊന്നും കുറക്കാനൊന്നുമില്ല. ഓക്കെ. അതിൽ 12th ക്വസ്റ്റ്യൻ ax plus b all raised to n ആണ്. x plus b all raised to n ആണ്. അപ്പം ആദ്യം പേര് കൊടുക്കുക. f of x equal to ax plus b all raised to n ആണ്. സോ സാധാരണ ചെയ്ത പോലെ d by dx of f of x equal to d by dx of ax plus b all raised to n ആണ്. സോ f dash x equal to ഇവിടെ പവർ റൂള് n into x plus b all raised to n minus 1 d by dx of x plus b. n into x plus b all raised to n minus 1
എ എക്സ് പ്ലസ് ബി ആണ്. സോ എ അവിടെ നിൽക്കട്ടെ, എക്സിന്റെ ഡെറിവേറ്റീവ് 1 0. സോ ദാറ്റ് ഈക്വൽ ടു എ എൻ എക്സ് പ്ലസ് ബി ഓൾ റൈസ് ടു എൻ മൈനസ് 1 സൈൻ ഓഫ് എക്സ് പ്ലസ് എ, സൈൻ ഓഫ് എക്സ് പ്ലസ് എ. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഓഫ് എക്സ് പ്ലസ് എ d by dx of f of x equal to d by dx of, so f dash x equal to cos of x plus a into d by dx of, വെറുതെ എഴുതി നോക്ക് എന്ത് സംഭവിക്കുന്നു. സോ കോസ് ഓഫ് എക്സ് പ്ലസ് എ ഇത് 1 പ്ലസ് 0 അത് തന്നെ കിട്ടും. പക്ഷെ എന്നാലും നമ്മളൊന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു നല്ല കാര്യമാണ്. തെറ്റുന്നത് നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും. അതിനാണ് അത് ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, അടുത്തത് 19th ക്വസ്റ്റ്യൻ. സൈൻ റേസ് ടു എൻ എക്സ് ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ റേസ് ടു എൻ എക്സ് ആണ്. അതിലൊന്നും കൂടി ഞാൻ മാറ്റി എഴുതുന്നത് സൈൻ എക്സ് ഹോൾ റേസ് ടു എൻ ആണ്. സൈൻ എക്സ് ഹോൾ റേസ് ടു എൻ രണ്ടും ഒന്നാണ്. ഓക്കെ, ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഹോൾ റേസ് ടു എൻ ആണ്. ഇത് എഫ് ഡാഷ് എക്സ് ആയി മാറും. ഇതെല്ലാം ഒരേ സ്റ്റെപ്പാണ്. ഇതെങ്ങനെ എഴുതാം? എൻ ഇൻറ്റു സൈൻ എക്സ് ഹോൾ റേസ് ടു എൻ മൈനസ് 1. ഇത് നിർത്തിയിട്ട് അടുത്ത് പോവും, അങ്ങനെ പോകരുത്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. ഇത് എൻ ഇൻറ്റു സൈൻ എക്സ് ഹോൾ റേസ് ടു എൻ മൈനസ് 1. സൈൻ എക്സ് ആകുമ്പോൾ കോസ് എക്സ്. ആൻസർ. ഇങ്ങനെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ഇതേപോലെ നമുക്ക് ഡെറിവേറ്റീവ് വളരെ സിമ്പിളായി ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് ഒരു അപകടം പിടിച്ച സ്റ്റെപ്പ്. ഈ ഒരു കാര്യം എല്ലാവരും വിട്ടുപോകാനുള്ള സാധ്യത. അതുകൊണ്ട് വളരെ 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 ഈ ഒരു സ്റ്റെപ്പിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇത്രയും കെയർ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് ഇത്. വിട്ടു പോകരുത്. വിട്ടുപോയി ഇതും പോയി, അപ്പോൾ ഇത് ഫുൾ ആൻസർ തെറ്റായിരിക്കും. സോ അതുകൊണ്ട് അതിന് നല്ലോണം കെയർ കൊടുക്കാം. ഡിഗ്രീൻ്റെ ബേസ് ഇത് ഓർത്ത് വെച്ചാൽ മതി. ഡിഗ്രീൻ്റെ ബേസ് ഓഫ് ഡിഗ്രി, ബേസ് ഓഫ് ഡിഗ്രി അത് ചെയ്താൽ മതി. അപ്പോൾ ഡിഗ്രിയുടെ ബേസ് ആയിട്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റണം. അതാണ് നമ്മൾ മിസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യണം. ഓക്കെ.